ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. എസെക്കിയേൽ പ്രവചന പുസ്തകം 38 അധ്യായം ദ വേൾഡ് ടുഡേ എന്ന സബ്ജക്റ്റിൽ ഇത് 25ാമത്തെ എപ്പിസോഡായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ലോക സംഭവങ്ങളും വാർത്തകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളേവർക്കും തന്നെ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എന്നിരിക്കും തന്നെയും പലർക്കും വേൾഡ് ന്യൂസുകളെല്ലാം വായിക്കാൻ അത്രയധികം ആക്സസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തൊക്കെ വേണം കാര്യമായി തീർന്നത്. ഇതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് തുടങ്ങി കണ്ടിട്ടുള്ളവർക്കൊക്കെയും തന്നെ എന്താണ് 38ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈ വിഷയങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. 38ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 തുടങ്ങി ഏകദേശം 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇതിനകത്ത് 1, 2, 3 ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെയും തന്നെ നോഹയുടെ 3 പുത്രന്മാരായിരുന്ന ഹാം, ജാഫത്ത്, ഷേം എന്ന 3 മക്കളിൽ നിന്നും ഉണ്ടായ തലമുറകളാണല്ലോ ഇന്ന് ലോകത്തിലെമ്പാടും തന്നെ വ്യാപരിച്ചിരിക്കുന്നത്. അതിൽ ഷേമിൻ്റെ തലമുറയിൽ നിന്നാണ് അബ്രാഹം വന്നതും അബ്രാഹമിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് നമുക്ക് ഏവർക്കും ബൈബിൾ വായിക്കുന്ന ഏവർക്കും തന്നെ അറിയാം. എന്നാൽ വേൾഡ് ഹിസ്റ്ററി നമ്മൾ മുറുകോട്ട് വായിക്കുകയാണെങ്കിൽ ഇറാന്, അതുപോലെ തന്നെ സൗദി അറേബ്യ, അവിടെ നിന്ന് ഇറാൻ്റെ പർശ്യങ്ങൾ പറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിട്ട് നോർത്ത് സൈഡിലേക്ക് പോയിട്ട് വരുന്നതാണ് റഷ്യ. അതേപോലെ തന്നെ ആ ഭാഗങ്ങളിൽ തന്നെ കടങ്ങി വരുന്നതാണ് ടർക്കി. അതായത് ഇവരെല്ലാം തന്നെ യാഫത്തിൻ്റെയും ഹാമിൻ്റെയും തലമുറയിൽ നിന്ന് ഈജിപ്റ്റ് ഹാമിൻ്റെ നമ്മൾ ബൈബിളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും. ഹാമിൻ്റെ തലമുറയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ഒഴികെ മറ്റ് ഈ രാഷ്ട്രങ്ങൾ നമ്മൾ ഈ ഭൂപടത്തിൽ കാണുന്നതായിട്ടുള്ള രാജ്യങ്ങളൊക്കെയും തന്നെ ജാഫത്തിൻ്റെയും അല്ലെങ്കിൽ ഹാമിൻ്റെയും തലമുറ എന്നുള്ളതാണ്. അന്നേ തുടങ്ങി തന്നെ നമ്മൾ വെളിപ്പത്തിൻ്റെ പുസ്തകം 10ാം അധ്യായം 11, 12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഷേമിൻ്റെ തലമുറയിൽ നിന്ന് അബ്രാഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നതും അതിൽ നിന്ന് ദൈവം മാനവ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പൂർത്തീകരണത്തിലേക്ക് വരുന്നതും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജാഫത്തിൽ നിന്നും ഹാമിൽ നിന്നുമുള്ളതായിട്ടുള്ള തലമുറകളുടെ ഡിസ്പെൻസേഷൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇറാന്, റഷ്യ, ഈസ്റ്റ് യൂറോപ്പിൻ്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ടർക്കി, ലിബിയ, എത്യോപ്യ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വളരെ പല ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ വളരെ വിവരിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു രൂപരേഖ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോർട്ടായിട്ട് ഇത്രയും കാര്യം പറഞ്ഞത്. നമുക്ക് ആ വചനഭാഗങ്ങളൊന്നും എടുത്ത് വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38ാം അധ്യായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വായിച്ചു പോകാം. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഇവിടെ രോഷ്, മേശക്, തൂബൽ അല്ലെങ്കിൽ ഗോഗ് എന്നുള്ള പേരുകളൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ഹിസ്റ്ററി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും ഗൂഗിളിലൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങളതൊക്കെ കാണുമെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്രൂഫ് അടക്കമുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ താടിയിലെ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിൻ്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാത്ത സർവായുധം ധരിച്ച് കുതിരച്ചേവകരെയും ഒട്ടൊഴിയാത്ത വാളും പരിചയം പലകയും എടുത്ത ഒരു സമൂഹത്തെയും അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, അതാണ് ഇറാന്, കൂശ്യർ, എത്യോപ്യ, പുത്യർ എന്ന് പറയുന്നതാണ്. ഞാൻ ഇവിടെ മാപ്പിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. ലിബിയയുടെ ഭാഗങ്ങൾ, അതുപോലെ ഗോമർ നമ്മളിവിടെ വായിച്ചു, ടർക്കിയുടെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ എല്ലാ പടക്കൂട്ടും വടക്കേ അറ്റത്തുള്ള തോഗർമാ ഗൃഹം, അതാണ് ടർക്കി. അതിൻ്റെ എല്ലാ പടക്കൂട്ടത്തിൽ നിന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിൻ്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിൻ്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവി, നീ അവർക്ക് മേധാവിയായിരിക്കുക. റഷ്യയോട് പറയുകയാണ്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. എന്നൊക്കെ അറിയാമല്ലോ. AD 70
ടൈറ്റസിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ മുഴുവൻ ചിതറിക്കുകയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ആരെയും ഇടിച്ചു കളഞ്ഞതും ഏകദേശം 2000 വർഷത്തോളം പല രാജ്യങ്ങളിൽ ഇസ്രായേൽ ചിതറിപ്പോയിട്ട് ആമേൻ അതിനുശേഷം ഏകദേശം 1948 ആമേൻ അവരൊരു രാജ്യമായിട്ട് രൂപാന്തരപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പല പഴയ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതവിടെ പറഞ്ഞിരിക്കുന്നത് വാളിൽ ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കമെന്ന് ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. യഹോവയെ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിൻ്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. അതില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടും വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടിട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യ വസിച്ചുമിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈ നീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചൊല്ലും എന്ന് നീ പറയും. ഷെബയും ദേദാനും, അതാണ് സൗദി അറേബ്യ. തർശീഷ് വർത്തകന്മാരും അതിൽ സകല ബാലസ്യങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനും വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തു കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപകരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിൻ്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നതെന്ന് പറയും. ഇതിൻ്റെ വിശദീകരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. സ്തോത്രം. ആകിയാൽ മനുഷ്യപുത്രൻ നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിൻ്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തുനിന്ന് വരും. ഇത് ശ്രദ്ധിക്കണം. മഹാസൈന്യമായി നിൻ്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തുനിന്ന് തന്നെ വരും. ദേശത്തെ മറക്കേണ്ടത് ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും. ഗോഗെ, അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളുമായി പ്രവചിച്ചു പോന്ന അവിടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്ത് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാൾ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തെഴുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലും സകല മനുഷ്യരും എൻ്റെ സന്ധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കങ്ങൾ വീണു പോകും, എല്ലാം മധുരം നിലം പരിചാകും. ഇതിലെ സമുദ്രത്തിലെ മത്സ്യം, ആകാശത്തിലെ പറവ, കാട്ടിലെ മൃഗവും നിലത്തെഴുന്ന ജാതിയൊക്കെ എന്താണെന്നതിനെക്കുറിച്ച് വിവരങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സമുദ്രത്തിലെ മത്സ്യം എന്ന് പറഞ്ഞാൽ നേവൽ ഫോഴ്സ്, ആകാശത്തിലെ പറവ എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ്, കാട്ടിലെ മൃഗം നിലത്തെഴുന്ന ജാതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സ് അല്ലെങ്കിൽ ടാങ്കുകൾ, ഇതൊക്കെയാണ് പറയുന്നത്. കാരണം ഇതൊന്നും കാണാത്ത കാലത്താണ് പ്രവാചകനെ കൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ വേൾഡ് അപ്ഡേറ്റ് എങ്ങനെയാണ് ഈ പ്രവചനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ പല എപ്പിസോഡുകളായിട്ട് ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത്. സ്തോത്രം. വടക്കേറ്റത്തെന്ന് പറയുമ്പോൾ സ്തോത്രം നിങ്ങൾക്കറിയാമല്ലോ, മാപ്പ് അറിയുന്നവർക്ക് അറിയിക്കും. ടോപ്പിലേക്ക് നോക്കിയാണ് നോർത്ത്, താഴേക്ക് സൗത്ത്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വെസ്റ്റ്, ഈസ്റ്റ്, റൈറ്റ് സൈഡിലാണെങ്കിൽ ഈസ്റ്റ് എന്നൊക്കെ അതിൻ്റെ മാപ്പുകളെ കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ ഇവിടെ കാണുന്നത് ഇസ്രായേൽ സൈഡിലൂടെ മെഡിറ്ററേനിയൻ സീ ആണ്. ഇത് റെഡ് സീ നമുക്കറിയാവുന്നതൊക്കെയാണ്. സ്തോത്രം. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് സ്തോത്രം, ഇന്നലെ അതായത് 1 ഒക്ടോബറിന് ഇറാൻ 190 ബലാസ്റ്റിക് മിസൈൽസാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. 190, ഏകദേശം 900 മൈൽസ് അല്ലെങ്കിൽ 1400ഓളം കിലോമീറ്റർ ദൂരത്ത് നിന്ന് 12 മിനിറ്റ് കൊണ്ടാണ് ഈ ബലാസ്റ്റിക് മിസൈൽസ് ഇസ്രായേലെത്തും. 12 മിനിറ്റ്സ് ഓൺലി. അപ്പോൾ എത്രമാത്രം ഫാസ്റ്റായിട്ട് ഇത് മൂവ് ചെയ്യണമെന്ന് ഓർക്കണം. അതേപോലെ 500 കിലോഗ്രാം തുടങ്ങി 1 ടൺ വരെ അതിൻ്റെ ബ്ലാസ്റ്റിംഗ് കപ്പാസിറ്റി, അതായത് അതിൻ്റെ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് നിറച്ചിരിക്കുന്ന ടൈപ്പാണ് ഇത്തരം മിസൈലുകൾ. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 350ഓളം അത് മറ്റേ UAVയും അതേപോലെ തന്നെ മറ്റു ടൈപ്പ് മിസൈലുകളൊക്കെ ആയിരുന്നു അയച്ചിരുന്നത്. അത് വളരെ സ്ലോ ആണെന്ന് അറബ് രാജ്യങ്ങൾ തന്നെ അവരെ വളരെ കളിയാക്കുന്നുണ്ടായിരുന്നു.
എന്നാൽ ഈ പ്രാവശ്യം നേരത്തെ ഇതിൻ്റെ പുറകിൽ കുറച്ച് പൊളിറ്റിക്കൽ ഗെയിമുകളുണ്ട്. ഞാൻ കുറച്ച് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്നലെ എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നതെന്ന് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഹസൻ നസ്രള്ള എന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ളയുടെ, ഇറാൻ്റെ കീഴിലുള്ളതായിട്ടുള്ള ടെററിസ്റ്റ് ഗ്യാങ്ങുകളാണല്ലോ ഹെസ്ബുള്ള, ഹമാസ്, അതേപോലെ തന്നെ സിറിയയുടെ സൈഡിൽ, ഇവിടെ യമനിലാണെങ്കിൽ ഹുത്തീസ്, വളരെയധികം ഗ്രൂപ്പുകളുണ്ട്. ഏകദേശം 10-12 ഉണ്ട്. അതിനകത്ത് പേരെടുത്തവർ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഹെസ്ബുള്ളയുടെ മുഴുവൻ ചെയിൻ ഓഫ് കമാൻഡ്, നിങ്ങൾക്ക് ഇവിടെ ഓർഗനൈസേഷൻ ചാർട്ടിൽ കാണുന്ന ചെയിൻ ഓഫ് കമാൻഡിന് മൊത്തത്തിൽ കഴിഞ്ഞ 27-ാം തീയതി, അതായത് UN-ൻ്റെ 79th 79ാമത് ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ഇസ്രായേലിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ട ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെഥന്യാഹു തന്നെ പ്രസംഗിക്കുമ്പോൾ അത് വലിയൊരു ഗൂഢാലോചനയായിരുന്നു. നെഥന്യാഹു അവിടെ പോവുകയാണെങ്കിൽ ഇവിടെ ബോംബിംഗ് ഒന്നും നടക്കുകയില്ല എന്നായിരുന്നു ഇവരുടെ ഒരു പ്ലാന്. അതിൽ നെഥന്യാഹു പ്രസംഗിക്കുന്ന എന്താണ് കേൾക്കാൻ വേണ്ടി ഇവിടെ കമാൻഡർമാർ എല്ലാവരും കൂടെ തന്നെ ഏകദേശം 14 ഫ്ലോറ്, ഒരു ഫ്ലോർ സാധാരണ ഹൈറ്റ് വരുന്നത് 10 അടിയാണ്. അതുപോലെ 14 ഫ്ലോർ താഴെ ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിലായിരുന്നു ഇവർ മീറ്റിംഗ് കൂടിയിരുന്നത്. ഇസ്രായേൽ ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സ് 82 ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സ് ഉപയോഗിച്ചാണ് ഇവരെ എലിമിനേറ്റ് ചെയ്തത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടായ ഒരു വിഷയമായി. എന്നാൽ ഹമാസ്, അതേപോലെ തന്നെ ഹെസ്ബുള്ള, യമനിൽ നിന്ന് ഹുത്തീസ്, അതുപോലെ സിറിയയിൽ നിന്ന് മിലീഷ്യസൊക്കെയും ഇസ്രായേലിനെതിരായിട്ട് ആക്രമിക്കുകയും ഇസ്രായേൽ തിരിച്ചവരെല്ലാം നശിപ്പിച്ചിട്ട് കൊണ്ടിരുന്നിട്ടും ഇറാൻ ഇതുവരെയും റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നൊരു പരാതി ഈ ഹെസ്ബുള്ളയിൽ നിന്നും, അതേപോലെ തന്നെ ഹമാസിൽ നിന്നും, സിറിയയിലുള്ള മിലീഷ്യസിൽ നിന്നും, അതേപോലെ തന്നെ ഹുത്തീസ്, യമനിലുള്ള ഹുത്തീസിൽ നിന്നും വളരെ ശക്തമായ പ്രഷർ ഇറാൻ്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയും റഷ്യയും ഇൻഫോം ചെയ്തിട്ട് ഒരു തൽക്കാലത്തേക്ക് അവരുടെ ഒരു ഫേസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നടന്നതെന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹുത്തീസിൻ്റെ, യമനിലെ ഹുത്തീസിൻ്റെ അൽഹുദൈദ പോർട്ടിനെ, അതുപോലെ 2 മെയിൻ പോർട്ടുകൾ, അവിടെയാണ് ഇറാനിൽ നിന്നുകൊണ്ടിട്ടുള്ള മിസൈൽസും അതുപോലെ തന്നെ ഓയിൽ കാര്യങ്ങളൊക്കെയും തന്നെ ഹുത്തീസിന് സപ്ലൈ വരുന്നത്. അത് അവർ ഇസ്രായേൽ ബോംബ് ചെയ്തിരുന്നു. ഏകദേശം 1800 കിലോമീറ്റർ ദൂരെ റീഫ്യൂവലിംഗ് ഫ്ലൈറ്റുകളും കൂടെ കൊണ്ടുപോയിട്ടാണ് ഇത്ര ദൂരെ ബോംബ് ചെയ്ത്. അത് ഇറാനൊരു വാണിംഗ് ആയിരുന്നു. 1800 മൈൽ ദൂരെയുള്ള ഹുത്തീസിൻ്റെ ഓയിൽ സ്ട്രക്ചറുകളെ ബോംബ് ചെയ്ത് നശിപ്പിക്കാമെങ്കിൽ 1400 കിലോമീറ്റർ ദൂരെയുള്ള ഇറാനെ നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ബുദ്ധിമുട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി കൂടെ ഒരു ചെറിയ വാണിംഗ് കൂടിയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹമാസിൻ്റെ ടോപ്പ് ലീഡറായിരിക്കുന്ന ഇസ്മായിൽ ഹനിയെ ഇറാൻ്റെ ക്യാപിറ്റൽ, അതും IRGCയുടെ സെക്യൂരിറ്റി ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു ഇസ്രായേൽ അവനെ അസാസിനേറ്റ് ചെയ്തത്, കൊന്നുകളഞ്ഞത്. അതും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടായൊരു വിഷയമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടന്നതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു റിറ്റാലിയേഷൻ നടത്തിയില്ലെങ്കിൽ ഇറാൻ്റെ പേര് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് പൊളിറ്റിക്സിലും. അതേപോലെ തന്നെ അവൻ്റെ പപ്പറ്റുകളാണ് ഈ ഹെസ്ബുള്ള, ഹമാസ്, സിറിയയിലെ മലീഷ്യസ്, ഇറാഖിലെ മിലീഷ്യസ്, അതേപോലെ തന്നെ ഹുത്തീസ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവരെല്ലാം വളരെ ഒതുക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ള വലിയ പ്രഷർ അവരുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ ഈ കാര്യങ്ങളൊക്കെയും വളരെ ഒരുവിധം ആഴത്തിൽ പഠിച്ചിട്ടും അതിപ്പോൾ തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടി ഈ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തത് പറയുന്നത്. എന്നോട് കൂടെ പ്രാർത്ഥന സഹകരിക്കുന്നവർക്ക് ഏകദേശം ഡെയിലി പ്രാർത്ഥനകളുടെ വിഷയങ്ങൾ എന്താണ്, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും വളരെ കാര്യമായിട്ട് അറിയാം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇവിടെയാണ് നമ്മുടെ പ്രൊഫസിയുടെ ഭാഗം ഞാൻ കടന്നു വരുന്നത്. റഷ്യയുടെ കീഴിൽ ടർക്കിയും ഇറാനും തമ്മിൽ, അതായത് 79th UN-ൻ്റെ ജനറൽ ബോഡിക്ക് വന്നു ചേർന്നവരാണ് ഇവരൊക്കെയും തന്നെ. അപ്പോൾ ന്യൂയോർക്കിൽ വെച്ചായിരുന്നു ജനറൽ ബോഡി പ്രാവശ്യം നടന്നത്. ജനറൽ ബോഡിയിൽ വന്നിരുന്നവരിൽ നിന്നും ടർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ, അതേപോലെ തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ, അതേപോലെ തന്നെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും കൂടെ തമ്മിൽ ഒരു യോഗം ചേരുകയുണ്ടായിരുന്നു. അത് ബേസിക്കലി
അമേരിക്ക സിറിയയിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം റഷ്യയാണല്ലോ ഇപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ സംരക്ഷണത്തിന് എന്നുള്ള ഡിസ്കഷനെ കുറിച്ചായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് എസെക്കിയേൽ പ്രവചന പുസ്തകം 38-ാം അധ്യായമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇറാൻ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇപ്പോൾ ഇതുവരെയും ഇറാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അസബുള്ളയെ നല്ല പണം ചിലവാക്കി വളരെയധികം ആയുധശേഖരമുള്ള ഒരു വളരെ സ്ട്രോങ് ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹമാസ്, അതേപോലെ തന്നെ ഹുത്തീസ് എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ്. അതേപോലെ തന്നെ ഇറാഖിലുമുണ്ട്, സിറിയയിലുമുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിൽ നേരെ ആക്രമണം നടത്തിയതിനു ശേഷം ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും നോക്കുമ്പോൾ ഇവരെല്ലാവർക്കും തന്നെ ഇസ്രായേലിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വണ്ണം തകർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം. ആ സമയത്ത് റഷ്യ വളരെ രഹസ്യമായിട്ട് ഇറാൻ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ, അതേപോലെ തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഇറാൻ സന്ദർശിക്കുകയുണ്ടായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് പുടിൻ ഇറാൻ സന്ദർശിക്കുകയുണ്ടായിരുന്നു. അതേപോലെയൊക്കെ തന്നെ ഇറാൻ്റെയും ഫോറിൻ മിനിസ്റ്റർ റഷ്യ സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഇതിൽ കൂടെയൊക്കെയും തന്നെ എസെക്കിയേൽ പ്രവചന പുസ്തകത്തിലെ പേർഷ്യ, തോഗർമ, ഗോഗ് മഗോഗ് മറ്റുള്ളൊരു ബന്ധം ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഈ സെപ്റ്റംബർ 27-ാം തീയതി 2024 നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫോർമേഷൻ, അതായത് ഗോഗ് മഗോഗിൻ്റെ കീഴിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു ഫോർമേഷൻ വളരെ നാളുകളായിട്ടുള്ളതാണ്. എന്നാൽ ഹെസ്ബുള്ളയും ഹമാസും അതുപോലെ തന്നെ ഹുത്തീസും മറ്റ് ഇറാഖിൻ്റെയും സിറിയയിലുള്ള മിലിഷ്യസ്ക്ക് ഇസ്രായേലിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന സമയത്ത് ഗോഗ്, റഷ്യയുടെ കീഴിൽ ഇറാൻ വീണ്ടും ഒരു ആക്രമണത്തിന് ഒരുങ്ങുവാനുള്ള സാധ്യത, ഫോർമേഷൻ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് തയ്യാറാക്കിയത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ ബന്ധം എന്താണ്? ദൈവസഭയ്ക്ക്, ചർച്ച് ഓഫ് ക്രൈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്തൊരു വിഷയമാണ്, ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനാണ് 38-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നാം വായിച്ചത്. അന്നാളിൽ ഇസ്രായേലിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, നിലത്തിഴയുന്ന കാട്ടുവൃത്തിഴയുന്ന എല്ലാ ഇഴജാതികളും, അത് ഭൂമിത്തിലെ സകല മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറയ്ക്കും. ഇന്നലെ നടന്ന 190 മിസൈൽസ് അയച്ചിട്ടും ഒരൊറ്റ മിസൈൽ പോലും ഇസ്രായേൽ ദേശത്ത് വന്ന് അതിൻ്റെ ശക്തിയോടുകൂടെ ബ്ലാസ്റ്റ് ആയില്ല. ഇൻ്റർസെപ്ഷൻസ് വെച്ചുകൊണ്ട് ഏകദേശം മിക്കവാറും മിസൈലുകളെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്തു, അതിൻ്റെ പീസുകൾ വന്ന് വീണു. എന്നാൽ ഒരു മിസൈൽ മാത്രം ഒരു വീടിൻ്റെ ടെറസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണു. പക്ഷേ അത്രയും ശക്തമായി വന്ന് വീണിട്ട് ആ മിസൈൽ പൊട്ടിയില്ല. ഇവിടേക്കും ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ആമോസിൻ്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ, ഏറ്റവും അവസാനത്തെ അധ്യായമാണ് 9-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്കിവിടെ നിന്ന് വായിക്കാം. അതിൽ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആമോസ് 9-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അപ്പോൾ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തുന്ന ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിൽ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ച് കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളിച്ചെന്നു. ഈ ഇറാനും ഹെസ്ബുള്ളയും ഹമാസും എന്ന് വേണ്ട മുസ്ലിം രാഷ്ട്രങ്ങളുടെ മധ്യത്തിലാണ് കേരളത്തെ പോലെ ഏകദേശം ഷേപ്പുള്ളതും കേരളത്തെക്കാളും ചെറുതുമായിരിക്കുന്ന ഒരു ഇസ്രായേലായിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ദേശങ്ങളും തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വേൾഡിനെ ഇസ്ലാമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലുപയോഗിക്കുന്ന മാർഗങ്ങൾ, ചിലർ ടെററിസം ഉപയോഗിക്കുന്നു, ചിലർ വളരെ ശാന്തതയോടുകൂടി പ്രവർത്തിക്കുന്നു. പക്ഷേ ഐഡിയോളജി ഒന്ന് തന്നെയാണ്. അതിപ്പോൾ വിശ്വാസികളുടെയും വിശ്വാസ ലക്ഷ്യം എല്ലാവരും ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരക്കണമെന്ന് തന്നെയാണല്ലോ. അവർക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയോളജി പ്രകാരം അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. അപ്പോൾ അതിന് തന്നെ എല്ലാവരുടെ ലക്ഷ്യത്തിലും ഇസ്രായേലിനെ അവിടെ തുരത്തുക എന്നുള്ള ലക്ഷ്യമാണ്. എന്നാൽ പ്രവചനത്തിന് പൂർത്തീകരണം എന്നോണം ഇസ്രായേൽ സൗദി അറേബ്യയുമായിട്ട് ഒരു നോർമലൈസേഷൻ എഗ്രിമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോർദാനുമായിട്ട് നല്ല റിലേഷനാണ്. ഈജിപ്റ്റ്
രണ്ട് ഭാഗത്ത് നിൽക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഈജിപ്തിന് പവർ കൊടുക്കുന്നതും ഓയിൽ കൊടുക്കുന്നതും ഇസ്രായേലാണ്. അതുകൊണ്ട് അവർക്ക് പവറും ഓയിലും ആവശ്യമുള്ളത് കൊണ്ട് അവർ കുറച്ച് താളം കളിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആവശ്യം വരുന്ന സമയത്ത് അവർ ടർക്കിയുടെ കൂടെ ചേരും. ടർക്കിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെയും കുറച്ച് പോർട്ടുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നാം പറഞ്ഞു വരുന്നത്, അവരെ ഈ ദേശത്ത് ഇസ്രായേലിന് ദൈവം കൊടുത്ത ദേശത്ത് നിന്ന് ഇനി പറിച്ച് കളയുകയില്ല എന്ന് ദൈവം ആകാശത്തെയും ഭൂമിയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഇത് ഒഴിഞ്ഞു പോകില്ല. ഇനി ആരെല്ലാം അവരെ പറിക്കാൻ നോക്കിയോ അവർ പറഞ്ഞു പോകുകയുള്ളൂ. ഈ വചനം വെച്ചുകൊണ്ട് തന്നെ ദൈവമക്കളായി നിങ്ങളേവരും പ്രാർത്ഥിക്കണമെന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഈ കോalition, അതായത് എസെക്കിയേൽ പ്രവചന പുസ്തകം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ കോalition വരികയാണെങ്കിൽ ആ ഭൂകമ്പം നടക്കുന്ന സമയത്തായിരിക്കും, അതായത് ദൈവസഭയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ 19-18 വാക്യങ്ങൾ വായിച്ചത്, ഇസ്രായേൽ തീർച്ചയായിട്ടും ഒരു ഭൂകമ്പമുണ്ടാകും, അന്ന് ഭൂമിയിലെ സകല മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറയ്ക്കും. ഇത് പറഞ്ഞാൽ ആ ഭൂകമ്പത്തിൽ വലിയൊരു സുനായി, ഇസ്രായേലിൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീനിൽ വേണം ഉണ്ടാകാനായിട്ട്. അതാണെങ്കിൽ തീർച്ചയായിട്ടും സുനാമി ഉണ്ടാകും. ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത ഭൂകമ്പമായിരിക്കും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധിക്കത്തക്കവണ്ണം ആ ഭൂകമ്പം ഉണ്ടാകും. പിന്നീട് ഒരു റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ യുണൈറ്റഡ് നാഷൻ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ യുണൈറ്റഡ് നാഷൻ ഇസ്രായേലിൽ തീർത്തും വിരുദ്ധമായിരിക്കുകയാണ്. അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്ന സമയത്ത്, അതായത് ലോലെസ്നെസ്, ദ സ്പിരിറ്റ് ഓഫ് ലോലെസ്നെസ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICC ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട്, ഇവരെല്ലാം തന്നെ ഇസ്രായേലിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള വിധികൾ നടക്കുകയായിരുന്നു. കാരണം ഇസ്രായേലിനെ ജനോസൈഡ് ചെയ്തിട്ടും ഇസ്രായേലിനെ നീക്കിക്കളയാൻ തക്കവണ്ണം ഇത്തരം പ്രവൃത്തികൾ ഹമാസിൽ കൂടെ ചെയ്തിട്ടും ഇറാനും ഹസ്ബുള്ളിൽ ചെയ്തിട്ടും ഇന്നേ വരെയും അവർ ടെററിസ്റ്റ് കൺട്രിയായിട്ട് UN പ്രഖ്യാപിച്ചിട്ടില്ല. ICJയും ICCയും എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ഉന്നതമായ ന്യായാധിപ സ്ഥാനങ്ങളാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ ജഡ്ജിമാരിൽ പോലും ദ സ്പിരിറ്റ് ഓഫ് ലോലെസ്നെസ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിന് വിരുദ്ധമായിട്ട് അവർ ജഡ്ജ്മെൻറ്റ് നടത്തുകയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം അധർമ്മമൂർത്തി ഫിസിക്കലായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണം വളരെ കാര്യക്ഷമതയോടുകൂടെ എടുക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുവാനാണ് ഞങ്ങളിതെല്ലാം ചകഞ്ഞു പിടിച്ച് എസെക്കിയേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം, അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ, കാഹളം കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പ്രബോധിപ്പിക്കുന്നത്. ഇനിയും ഒരുങ്ങുവാൻ താമസമുള്ളവർ 10 കന്യകമാരുടെ ഉപമകളിലേക്കൊന്ന് നോക്കുക. ഒരുക്കമില്ലാത്തവർ എടുക്കപ്പെടുകയില്ല. ഒരുങ്ങുവാൻ ശ്രമിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ഇതിൽ കൂടെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടെ ഈ എപ്പിസോഡ് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ്, നിൻ്റെ വരവിന് വേണ്ടി നിൻ്റെ പ്രായശ്ചിത്തം എന്ന ഏക മെറിറ്റിനാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല കർത്താവ്. നിന്നോട് ചേർക്കുവാൻ നിനക്ക് കൃപ തോന്നിയാട്ടെ കർത്താവ്. ആ കാര്യവരിലെ യാഗപീഠത്തിലേക്കൊന്ന് നോക്കുമാറാണ്. ജനത്തിൽ കർത്താവിലേക്കൊന്ന് നോക്കി തങ്ങളെ തന്നെ കാണുവാനിടയാക്കിയാട്ടെ. നിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. ഇസ്രായേലിനെ വീണ്ടും ഞങ്ങൾ നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീ അവിടെ അതിരുകളെ കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആമോസ് പ്രവാചകനിൽ കൂടെ കർത്താവ് നീ അരുളിച്ചതുപോലെ അവരെ അവിടുന്ന് പറിച്ചു കളയുന്ന ഒരുത്തനുമില്ല. നീ അരുളിച്ചത് കൈകൊണ്ട് നീ നിവർത്തിക്കും. നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.